നെടുങ്കണ്ടം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പൊതുവിതരണ സംവിധാനം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. KPCC ആഹ്വാനപ്രകാരമായിരുന്നു നെടുങ്കണ്ടം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം എന്ന് നടത്തിയത്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Court Junction, Nedungandam. പൊതുവിതരണ സംവിധാനം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെടുങ്കണ്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. KPCC ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധ ഉദ്ഘാടനം നിർവഹിച്ചത് മണ്ഡലം പ്രസിഡന്റ് MS മഹേശ്വരനായിരുന്നു. ഈ പ്രതിഷേധ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ രാമേന്ദ്രനും ശിരാമും ഒക്കെ സൂചിപ്പിച്ചു. നമുക്കറിയാം, പൊതുവിതരണ രംഗം എന്ന് പറയുന്ന പാവപ്പെട്ടവനെ സഹായിക്കുവാനായിട്ട് കാലാകാലങ്ങളായി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവന എന്ന് വേണമെങ്കിൽ പറയാവുന്നതുപോലെ ഉണ്ടാക്കിയ ചില നിയമങ്ങൾ ഇന്ന് ചില ആൾക്കാർ കൂടിക്കൊണ്ട് അത് കാറ്റിൽ പറപ്പിക്കുന്ന ചില നിയമങ്ങളിലേക്ക് വരികയും അത് പിന്നീട് ഇപ്പോൾ റേഷൻ കട നടത്തിക്കൊണ്ട് പോകുന്ന ആളിന് പോലും ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോകും. എന്നാൽ ഇന്നലെ ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ സമരത്തിൽ മാർച്ച് 30-നകം ഇത് കണ്ടുകൊള്ളാം, ഇതിന് പരിഹാരം കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞാണ് സമരം അവസാനിപ്പിക്കപ്പെട്ടതെങ്കിൽ നമുക്കറിയാം, സാധാരണ ജനം എന്ന് പറയുന്നത് സാധാരണ ജനത്തിന് ജീവനോപാധി എന്ന രീതിയിൽ തന്നെ നമ്മൾ അരിയും ഗോതമ്പും അതുപോലെ പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ സ്ഥാപനം ഇന്ന് ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ആർക്കും വേണ്ടാത്ത ചില ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനാധാരമായ ചില കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ നാട്ടിൽ ഭരണാധികാരി വർഗം എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ സന്ദേശം പോലെ ആയി പോയി എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. അതായത് റേഷൻ കടകൾ എന്ന് പറയുന്നത് ഇന്ന് സാധാരണ നമ്മളെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പലചരക്ക് കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായത്. സാധാരണ പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ ശമ്പളവുമായി ശനിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയിൽ ഒരു ദിവസത്തിൽ വരുന്ന സാഹചര്യത്തിൽ റേഷൻ കടയിൽ യാതൊരുവിധ സാധനവുമില്ല. റേഷൻ കട തുറക്കുവാൻ റേഷൻ കട വ്യാപാരികൾ തയ്യാറാകുന്നില്ല. അവർക്കും ജീവിക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിരവധിയായ റേഷൻ വ്യാപാരികളുണ്ട്. അവരുടെ കുടുംബം പോറ്റുവാൻ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് അവർ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും റേഷൻ വ്യാപാരികളെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. റേഷൻ വ്യാപാരികളെ സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ജീവിതോപാധി എന്ന് പറയുന്നത് പോലെ മുമ്പോട്ട് പോകുമ്പോൾ നിരവധിയായ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കുവാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള ഒരു സംരക്ഷണം എന്നുള്ള നിലയിൽ അന്നവും അതുപോലെ തന്നെ വേണ്ടുന്ന സാധനങ്ങൾ റേഷൻ കടകളിലൂടെ ഇന്ന് വിതരണം ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഈ പറയപ്പെട്ട വ്യക്തികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് ന്യായമായ രീതിയിൽ ഈ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ നാളുകളിൽ അതേ രീതിയിൽ മുമ്പോട്ട് പോയില്ല എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരവുമായി റേഷൻ കടകൾക്ക് മുമ്പിലല്ല പൊതുജന സമ്പർക്കത്തോടുകൂടി പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിരൂക്ഷമായ സമരത്തിന് നേതൃത്വം കൊടുക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ ചെറിയ സമരത്തിലൂടെയാണെങ്കിലും ഇവിടെ പ്രതിപാദിക്കുകയാണ്. നിരവധിയായ റേഷൻ കടകളുടെ മുൻപിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് നാളുകളിൽ ഒരു വൻ സമരമാക്കി മാറ്റാതിരിക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരി വർഗം ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുവാനുള്ളൂ. ബഹുജന സമരത്തിന്റെ മുൻപിൽ ഏത് വലിയ ഭരണകൂടമാണെന്ന് പറഞ്ഞാലും ഏത് സ്വേച്ഛാധിപതിയാണെന്ന് പറഞ്ഞാലും മുട്ടുമടക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്, അല്ലെങ്കിൽ മുട്ടുമടക്കപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് കാലം തെളിയിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നതെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നിരവധി നേതാക്കൾ പ്രതിഷേധത്തിൽ പൊതുവിതരണ സംവിധാനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. ശിഖ പീട്ടിക്കൽ, KR രാമചന്ദ്രൻ, ജോസഫ് ബച്ചൂർ, ലത രാജശേഖരൻ, ജൂബി, അരുൺ, അരവിന്ദ്, സത്യദേവ്, ചന്ദ്രബാബു, അജയകുമാർ പിള്ള, ടോമി തോട്ടുമായിൽ, സതീശൻ തുടങ്ങി നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, നെടുങ്കണ്ടം.
ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ, ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedunkandam.